ദിവസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. 2 കൊരിന്ത്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായ ഒത്തിരി മെസ്സേജ് കേട്ടിട്ടുള്ള, അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള നല്ലൊരു വചനമാണ് വായിച്ച വചനം. നമ്മെ ദൃഢപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണ്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ താൻ ആ വചനത്തിൽ എത്രമാത്രം അഭിമാനം കൊള്ളുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ്. ഈ വചനം ഞാനും നിങ്ങളും വായിക്കുമ്പോഴും ഈ വചനത്തിൽ പൗലോസ് അഭിമാനം കൊണ്ടതുപോലെ തന്നെ നമുക്കും അത്രമാത്രം ഈ വചനത്തിൽ അഭിമാനം കൊള്ളുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അളവറ്റ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്നത് രക്തം ചെയ്യും. കാരണം ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും, പരാജയം എന്ന് പറയുന്ന വാക്കുകൾ ഉച്ചരിക്കാനില്ല, പരാജയ ഭീതി പറയാനില്ല, അധൈര്യത്തെക്കുറിച്ച് പറയാനില്ല, തന്നെ എപ്പോഴും ധൈര്യപ്പെടുത്തി ജയോത്സവമായി നടത്തുന്ന ദൈവത്തെയാണ് പൗലോസ് നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈ വചനം യാഥാർത്ഥ്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അധൈര്യപ്പെട്ടു പോകാതെ ക്രിസ്തുവിൽ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും മരണകരമായ അനുഭവത്തിൽ നിന്ദകൾ, അപമാനങ്ങൾ, പരിഹാസങ്ങൾ, ദുഷികൾ, വിമർശനങ്ങൾ, ഒറ്റപ്പെടുത്തലുകളൊക്കെ വരുമ്പോൾ, നിങ്ങളെ വിടക്കെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ സ്വന്തം സഹോദരങ്ങളും ബന്ധുക്കളും ബന്ധുമിത്രാദികളും അയൽവാസികളും സന്തതാസചാരികളും നിങ്ങൾ ഒറ്റമിത്രങ്ങളെ ചങ്കായിരുന്നവർ പോലും നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം നിന്നെ മാറ്റി നിർത്തും. ദൈവസഭ, ദൈവമക്കൾ നിന്നെ മാറ്റി നിർത്തുമ്പോൾ എവിടെ നിന്നും നിനക്ക് പരിഹാസത്തിന്റെ വാക്കുകൾ, മനസ്സിനെ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമാണ് നീ കേൾക്കുന്നതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പൗലോസ് ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ഈ പ്രശ്നങ്ങളെ ഒന്നും കണ്ട് തകർന്നു പോകുന്നതിൽ കാരണം ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. പറയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവം നടത്താൻ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്ന പൗലോസ് ദൈവത്തിന് നന്ദി സൂചകമായി ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് അദനാർപ്പണ സ്വോത്രയാഗം ദൈവത്തിന് അർപ്പിക്കുക. രക്തജയം. നമുക്കതിന് കഴിയുമോ? അല്ലേ? നമുക്കും കഴിയണം. നമ്മൾ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ ദൃഢപ്രതിജ്ഞയൊക്കെ ഉണ്ടാകണം. പ്രതിജ്ഞയൊക്കെ എടുക്കുന്നു വലിയ നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. അല്ലേ? അപ്പൊ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എത്രമാത്രം ഉത്സാഹത്തോടെയാണ് പറയുന്നതെന്ന് നമ്മൾ ആ വചനത്തെ നോക്കണം. ഞങ്ങളെപ്പോഴും ജയം വരിക്കും, ഞങ്ങളെപ്പോഴും ജയം വരിക്കും, ഞങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല. പരാജയം എന്ന് പറയുന്ന വാക്ക് പൗലോസിന്റെ അധ്യായത്തിൽ ഇല്ല. പൗലോസിന്റെ ജീവിതം മുഴുവൻ ജയമാണ്, ജയഗാംഭീര്യത്തോടു കൂടിയാണ്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും പൗലോസ് ജയത്തെക്കുറിച്ച് മാത്രം പറയുന്നവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ജയം ഭരിക്കും. എല്ലാ സ്ഥലത്തും ക്രിസ്തുവിന്റെ വാസന വെളിപ്പെടുത്തും. എല്ലാ സ്ഥലത്തും. അത് തന്നെയാണ് ശ്രോതാവ് ഇന്ന് ദൈവസഭ, ദൈവജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കേരളത്തിന്റെ ഉടനീളം അവിടെ ഇവിടെ എല്ലാം നിന്നുകൊണ്ട്, പട്ടണത്തിലും ഗ്രാമങ്ങളിലും തിരുക്കൂടുകളിലും നിന്നുകൊണ്ട് ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന നിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ സുഗന്ധം നിന്റെ ഉള്ളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഉള്ളിലെ ദുർഗന്ധങ്ങൾ മാറിപ്പോകും. രക്തം ചെയ്യും. ഈ ദുർഗന്ധങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ശുദ്ധമായിട്ട് ജീവിക്കാൻ കഴിയത്തില്ല. ഞാനങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെ ചെവിയിൽ വന്നിരുന്ന് സ്തോത്രം പരസ്യവും നടത്തിയിട്ടുള്ളവരുണ്ട്. കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ ദുർഗന്ധം വധിക്കുന്നവരാ. മദ്യത്തിനും മയക്കുമരുന്നും കള്ളും കടിച്ചു പിന്നെ തീറി മാത്രമേ പറയുന്നൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള സഹോദരന്മാർ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് പരസ്യവും നടത്തുക. അല്ലേലിയ. എനിക്ക് തോന്നുന്നേ അല്ലെങ്കിൽ അവരോടൊക്കെ ദൈവാത്മാവ് പറഞ്ഞ് അല്ലെങ്കിൽ അവര് ഞാന് കള്ളുകുടിച്ചൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് അവർക്ക് തോന്നിയെങ്കിൽ പോലും ക്രിസ്തുവിൽ അവര് എപ്പോഴും ജയോത്സവമായി അവരെ നടത്തുന്ന ദൈവം. അതുകൊണ്ട് അവർ എല്ലായിടത്തും അവര് ഞങ്ങളെ കൊണ്ട് പറഞ്ഞ എന്റെ സുഹൃത്തുക്കളെ കൊണ്ട്
ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന അവരെ കൊണ്ട് വെളിപ്പെടുത്തിയതാ കർത്താവ് ഞാൻ കേൾക്കാൻ വേണ്ടി. ഹല്ലേലൂയ. അതൊക്കെ പിന്നത്തേത് ഞാൻ മാനസാന്തരപ്പെട്ടത് കേട്ടോ. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുന്നത് ഈ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്താൻ പൗലോസിനെ പോലെ എല്ലായിടത്തും ജയം ഭരിച്ച് നിൽക്കണമെന്ന് എന്റെ ഉള്ളിലും ആ തീരുമാനം ഉണ്ടായത്. അതുകൊണ്ട് ഞാനും അധൈര്യപ്പെട്ടു പോകാതെ എപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. പൗലോസ് ജയമാണ്. അതുകൊണ്ട് ഈ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ച് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചു വായം പ്രയോഗിക്കാതെയും ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ സത്യം വെളിപ്പെടുത്തുന്നതിൽ ദൈവത്തിൽ സകല മനുഷ്യരുടെയും മനസാക്ഷി ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്ന പോലെ അധൈര്യപ്പെടുത്താതെ ഒരു സ്ഥലത്തും അധൈര്യപ്പെട്ടു പോകാതെ കാരാഗ്രഹമായിരുന്നാലും പ്രതിസന്ധികളായിരുന്നാലും വെല്ലുവിളികളായിരുന്നാലും മരണകരമായ വിഷയങ്ങളൊക്കെ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അവരൊന്നും അധൈര്യപ്പെട്ടു പോയില്ല. അതാണ് ശ്രോതാവ് ഈ ദൈവവചനത്തിന്റെ മാധുര്യം എന്ന് പറയുന്നത്. ഈ ദൈവവചനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ സൗരഭ്യമാണ്. ഈ സൗരഭ്യം നിന്റെ ഉള്ളിൽ വന്നാൽ നിന്റെ ഉള്ളിലെ ദുർഗന്ധങ്ങൾ മാറിപ്പോകും. ദുർഗന്ധമായിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും പൻസാലകൾ ലഹരി പദാർത്ഥം കഞ്ചാവും ചരസും കറുപ്പും ഹാഷിനും ഹെറോയിനും തമ്പാക്കും എന്ന് വേണ്ട ഈ തുളസിപ്പാക്ക് ചൂയിങ്ങം ഈ ബബിൾക്കും എന്ന് വേണ്ട സകല കച്ചറി നീ വായിലിട്ട് ചവച്ചതുപ്പം തുളസിപ്പാക്കും വെറ്റില മുറുക്കാൻ ഈ ബീഡി സിഗരറ്റും എന്ന് വേണ്ട സകല ദുർഗന്ധങ്ങളും അല്ലേ എല്ലാ ദുർഗന്ധങ്ങളും നിന്റെ ഉള്ളിൽ നിന്ന് മാറുമെന്ന് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന നിന്റെ ഉള്ളിൽ വന്നാൽ അങ്ങനെ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനത് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ തുടരെ അക്കമിട്ട് പറയുന്നത് ഹല്ലേലൂയ. അപ്പൊ ഈ ദുർഗന്ധം മാറിക്കഴിഞ്ഞപ്പോൾ സ്വാമി ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന അനേക ദൈവദാസന്മാരിൽ കൂടെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വാസന എന്റെ ഉള്ളിൽ പ്രവേശിപ്പാൻ തുടങ്ങി. ദുർഗന്ധം മാറി സുഗന്ധം പരത്തുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് പകലിൽ നീ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിന്റെ കഴിഞ്ഞകാല ജീവിതത്തിന്റെ ദുർഗന്ധാവസ്ഥയെ നീ മാറ്റിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നവളായി തീരുന്നെങ്കിൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നവനായി നീ തീരുന്നെങ്കിൽ, നീ നിന്റെ കുടുംബമായി വേണ്ടി സമർപ്പിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ തന്നെ ദുർഗന്ധം മാറിപ്പോകും. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. അപ്പം പൗലോസ് ക്രിസ്തുവിൻ ഞങ്ങൾ എപ്പോഴും ജയം ഭരിക്കുന്നു എന്നാണ് പറയുന്നത്. അതാകുന്ന അവരുടെ ജയം, അവരുടെ ധൈര്യമാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരു ധൈര്യം ആവശ്യം കേട്ടോ. അപ്പൊ ഈ വചനം വായിക്കുമ്പോൾ ഇതിന്റെ 12 അല്ലെങ്കിൽ സ്വതം പൗലോസിന്റെ ആത്മാർത്ഥമായ ശുശ്രൂഷയെ കുറിച്ചാണ് ഈ 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 12 തൊട്ട് 14 വരെ വാക്യം പറയാം. പൗലോസിന്റെ ആത്മാർത്ഥമായ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നപ്പോൾ കർത്താവിന്റെ പ്രവർത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ എന്റെ സഹോദരനായി തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയിലാകിയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞു. ഹല്ലേലൂയ. മാസിഡോണിയയ്ക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നിട്ട് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിന്റെ ശുശ്രൂഷ മഹാത്മ്യം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ കൊരിന്ത്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പൗലോസ് ഭാരപ്പെട്ടത്. 13-ാം വാക്യത്തിൽ തീത്തോസിനെ തക്ക സമയത്ത് കാണാൻ പറ്റാതിരുന്നത് കൊണ്ട് പൗലോസ് അസ്വസ്ഥനായി. തീത്തോസിനെ കുറിച്ച് ആദ്യമായി പറയുന്നത് ഇവിടെയാണ്. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനം 1:4-5 നോക്കണം. ഹല്ലേലൂയ. തീത്തോസിനെ കണ്ട് സന്തോഷിച്ച് പൗലോസ് തന്റെ സുവിശേഷ വേല ജയോത്സവമായി തുടരുകയാണ്. പൗലോസിന്റെ സുവിശേഷ വേല ജയോത്സവമായി തുടരുകയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകും. അപ്പം രക്ഷിക്കപ്പെടുന്നവരുടെയിലും നശിക്കുന്നവരുടെയിലും അല്ലെങ്കിൽ പൗലോസ് ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അമേൻ, അല്ലെ, ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന അല്ലയ്യ എന്നാണ് പറയുക. എന്നാൽ ഇതിന് ആര് പ്രാപ്തൻ? ഹല്ലേലൂയ. എന്നിട്ട് പൗലോസ് പറയാം, ഞങ്ങൾ വചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയായാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിലുള്ള സംസാരിക്കുന്നു. പൗലോസൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ വചനത്തോട്ട് ഒരിക്കലും മായം ചേർത്തിട്ടില്ല. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ കണ്ടില്ലേ, എല്ലാം മായം ചേർക്കല.
എല്ലാം മായം ചേർത്ത് സ്വന്തം ബുദ്ധിക്കും കഴിവിനും വ്യാഖ്യാനിച്ചുകൊണ്ട് ലേരിയ ചില ആളുകളൊക്കെ ഈ ബൈബിൾ കോളേജ് സെമിനാരിയൊക്കെ വിമർശിച്ച് സംസാരിക്കുന്നവരുണ്ട്. അവരെന്ത് പറഞ്ഞാലും ബൈബിൾ കോളേജുകളെ സെമിനാരികളെ വിമർശിച്ച് സംസാരിക്കും. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഞാൻ 2 ബൈബിൾ സെമിനാരി കയർന്നു വന്നയാളാണ്. എനിക്കറിയാം നമ്മുടെ സ്വഭാവ രൂപീകരണവും സ്വഭാവ ശുദ്ധീകരണവും ദൈവജനത്തിന്റെ അടിസ്ഥാനം, കുറച്ചിതിന്റെ തിയറിയും, മതം എന്താണ്, രോഗം എന്താണൊക്കെ ഒന്ന് പഠിക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലും പാതപ്പെടുത്തി ഇത് കൊടുക്കണം. അത് കൊടുക്കാത്തിടത്തോളം കാലം നമുക്കിത് പറയാൻ പറ്റത്തില്ല. ഇതൊന്നും പറയാതെ ചിലരൊക്കെ എഴുന്നേറ്റിട്ട് പറയും ഇതെല്ലാം ലൈവായിട്ട് എനിക്ക് ദൈവം തന്നതാ, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ട് എന്റെ സെമിനാരിൽ പോയിട്ട് എന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന അനവധി ആളുകളുണ്ട്. എന്നിട്ട് ആ പ്രസംഗത്തിനകത്ത് തീരുന്നവൻ വരെ 500 പ്രാവശ്യം ഇടയായി തീർന്നു തക്കവണ്ണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിലർ കരാട്ടെ പോലെയാണ് അല്ലേ എന്നൊക്കെയാ പിന്നെ ചിലർ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് കണ്ടു. ഒത്തിരി പേര് പേര് പറയാൻ മടി. അതുകൊണ്ടാണ്. അങ്ങനെയല്ല, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന നമ്മൾ വെളിപ്പെടുത്തണം. നമ്മൾ വാക്കുകൾക്കൊക്കെ നമ്മൾ സൂക്ഷിക്കണം. എൻ്റെ വാക്കുകൾക്ക് ഒരുപാട് തെറ്റുകളുണ്ട് അല്ലേ? എൻ്റെ വാക്കുകൾക്ക് ഒരുപാട് തെറ്റുകളുണ്ട്, എൻ്റെ വാക്കുകൾ ഒരുപാട് കുറവുകളുണ്ട്. എങ്കിലും ഞാനത് നികത്താനാണ് നോക്കുന്നത്. തെറ്റുകൾ തിരുത്തി ഓരോ ദിവസവും പോകണമെന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കിട്ടിയതൊന്നും വിളിച്ചു പറയാറില്ല. ഞാൻ പറയുന്ന മെസ്സേജുകളെല്ലാം ഒരുങ്ങിയിട്ടാണ് പറയുന്നത് അല്ലേ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരുങ്ങി ശക്തമായിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നോട്ടൊക്കെ കുറിച്ച് അതും കണ്ടൊക്കെയാണ് ഞാൻ ദൈവത്തിനെ സൂക്ഷിക്കുന്നത്. അല്ലാതെ വന്നു നിന്നിട്ട് എവിടെയാണ് നോക്കി തപ്പി പിടിക്കുന്നത്, അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞിട്ട് ആത്തെ കയറി പിടിക്കുക, ദൈവദാസൻ പ്രസംഗിച്ചിട്ട് അതിനെ കയറി പിടിക്കുക എന്നൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ദൈവത്തിന് ഒരുങ്ങി തന്നെ വരണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ ദൈവവചനത്തിൽ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെ, ഞങ്ങൾ ദൈവത്തെ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. ചിലർക്ക് സംസാരിക്കുക ആ സഭയിൽ ഏതെങ്കിലും പാസ്റ്റർ സംസാരിക്കണം, അല്ലെ വിശ്വാസികൾ സാക്ഷ്യം പറയണം, അല്ലെ ആരും പ്രാർത്ഥിച്ചത് കേൾക്കണം ചിലർക്ക് സംസാരിക്കണമെങ്കിൽ അല്ലേ? അതൊന്നും ശരിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും ആരുടെയും കൈക്കിലിരുന്ന് വചനം പഠിക്കണം കേട്ടോ അല്ലേ? അപ്പം പൗലോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ വചനം പഠിച്ച ആളാണ്. ഗമാലിയേലിന്റെ പാദപീഠത്തിലെഴുതി ദൈവവചനം ന്യായപ്രമാണം നന്നായിട്ട് അരച്ച് കലക്കി കുടിച്ച് നല്ല പരിജ്ഞാനമുള്ളവനാണ് വചനത്തിൽ അല്ലേ? അതുകൊണ്ടാണ് പൗലോസിനെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തത് കേട്ടോ. രക്തം ചെയ്യും. ഞാൻ നിങ്ങളെ വിമർശിച്ചെന്ന് നിങ്ങൾ തോന്നുന്നത് കുറ്റപ്പെടുന്നത്, നിങ്ങളെന്ന് നിങ്ങളുടെ കുറവുണ്ട് നിങ്ങൾ തിരുത്തണം. എനിക്ക് എന്റെ കുറവുണ്ട് നിങ്ങൾ പറഞ്ഞിട്ടു, നിങ്ങൾ താഴെ കമന്റിൽ കിട്ടും. എനിക്കത് കാണുമ്പോൾ എന്നെ തിരുത്താൻ പറ്റും. പല്ലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ശ്രദ്ധിക്കും, തിരുത്താൻ നോക്കും. അതൊരു കീഴ്വഴക്കുക കേട്ടോ അല്ലേ? രക്തം ചെയ്യും. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നത് ചിലർക്ക് മരണത്തിലേക്കുള്ള വാസന എന്ന് പറയുന്നത് ജയോത്സവമായ ഘോഷയാത്രയെക്കുറിച്ചും മരണത്തിലേക്കുള്ള വാസനയെക്കുറിച്ചുമാണ് പറയുന്നത്. അന്നത്തെ റോമ രാജ്യത്തിന്റെ യുദ്ധത്തിന് വിജയശ്രീലാളിതനായി വരുന്ന സൈനാധിപന്റെ ബഹുമാനാർത്ഥം നടന്നിരുന്ന ഘോഷയാത്ര അനുസ്മരിപ്പിക്കുന്നതാണ് അല്ലേ? സൈനാധിപന്റെ മുമ്പിൽ കയ്യിൽ വിലങ്ങുമായി അടിമകളുടെ നീണ്ട നിരയുണ്ടാകും. അതുപോലെ തന്നെ പിറകിലും ധൂപകലശമേന്തിയ പുരോഹിതന്മാർ മുമ്പിലും പിമ്പിലും അല്ലലിയ നിരനിരയായി നടന്ന് ധൂപക്കുറ്റി വീശിക്കൊണ്ടിരിക്കും. മുമ്പിൽ പോകുന്നവർ സ്വതന്ത്രരാക്കപ്പെടാനുള്ളവരും സൈനാധിപന്റെ പിമ്പിൽ വരുന്നവർ കൊല ചെയ്യപ്പെടാനുള്ളവരുമായിരിക്കും. അതുകൊണ്ട് ഒരു കൂട്ടർക്ക് ലഭിക്കുന്ന വാസന മരണത്തിലേക്കും മറ്റൊരു കൂട്ടർക്ക് ലഭിക്കുന്ന വാസന ജീവനിലേക്കും എന്ന് പറഞ്ഞത് ലേലിയ. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിയണം. നമ്മൾ മരണത്തിലേക്കുള്ള വാസനയാണോ അതോ ജീവങ്കിലേക്കുള്ള വാസനയാണോ നമ്മളത് യാത്ര ചെയ്യുന്നത്? ഈ ഭൂമി നമ്മൾ 60, 70, 80 വയസ്സൊക്കെ ജീവിച്ച് ഈ കാലഘട്ടത്തിൽ മരണം ഏത് സമയത്തും വരാം എന്നുള്ളത് കൊണ്ട് ലഭിച്ച സമയം മരണത്തിലേക്ക് നീ യാത്ര ചെയ്യാതെ ജീവനിലേക്ക് നീ യാത്ര ചെയ്യണം അല്ലേ? അതാണ് വചനം പറയുന്നത്. ചലരിയ ജീവനിലേക്കുള്ള വാസന, മരണവാസന നമ്മുടെ ഉള്ളിൽ നീക്കിക്കളയണം. അതുകൊണ്ട് ദുർഗന്ധമായത് എല്ലാം നീ നീക്കിക്കളഞ്ഞ് സുഗന്ധമായതിനെ നീ സംസാരിക്കണം. നിന്റെ വാക്കുകളിൽ ദുർഗന്ധം വരരുത്. നിന്റെ വാക്കുകൾക്കകത്ത് സുഗന്ധം വീശണം. ഭവനത്തിൽ മാതാവിനോട്, പിതാവിനോട്, സഹോദരനോട്, ബന്ധുവിനോട്, സഭയിൽ പാസ്റ്ററോട്, വിശ്വാസികളോട് നിന്റെ ഉള്ളിലെ ദുർഗന്ധത്തെ നീ നീക്കിക്കളയണം. നീ കണ്ടതും കേട്ടതും അറിഞ്ഞതും നിന്റെ മനസ്സിൽ തോന്നിയതും ബുദ്ധിയിൽ നിന്റെ നിരൂപണത്തിലൂടെ വന്നു കഴിഞ്ഞ ദുർഗന്ധം വീശുന്ന ആ ദുർഗന്ധത്തെ നീ നീക്കിക്കളയണം അല്ലേരിയ. എന്നിട്ട് എന്ത് ചെയ്യണം? നീ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തി ജീവനിലേക്ക് വേണം നീ യാത്ര ചെയ്യാൻ. മരണത്തിലേക്ക് യാത്ര ചെയ്ത് അങ്ങനെ ചെയ്യുന്ന 100 പേരെ എനിക്ക് വെളിപ്പെടുത്താം. ഒരു ചെറിയ കണക്കാ കേട്ടോ. എന്നാൽ അങ്ങനെ നിങ്ങൾ നോക്കി അനേകരെ കാണാനുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ദൈവത്തിലേക്ക് വീഴാം. അപ്പൊ എന്താണ്? ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തി
നമ്മളിപ്പോഴും ക്രിസ്തുവിൽ ജയോത്സവം നടക്കണം. പ്രതിസന്ധികളുണ്ടെന്ന് വെല്ലുവിളി എന്നെ കേൾക്കുന്ന മാതാപിതാ, നിനക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്. എൻ്റെ ഭർത്താവിനെ കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാൻ, എൻ്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം, മദ്യപാന ലഹരി, എൻ്റെ മക്കളുടെ ഉപയോഗം, അതൊക്കെ ഓർത്ത് നീ ഒരുപാട് ഭാരപ്പെടുന്നുണ്ട്. അധ്വാനിക്കേണ്ട പൈസ നിന്റെ വീട്ടിലേക്ക് നിന്റെ മക്കൾക്കും നിന്റെ അപ്പനും അമ്മയ്ക്കും കിട്ടാതെ, നിനക്കും കിട്ടാതെ, നിന്റെ ഭർത്താവ് ദുർച്ചെലവ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിനക്ക് സങ്കടമുണ്ട്. നീ ജോലിക്ക് കടന്നു പോകുന്നവരെ നിന്നെ നിന്ദിക്കുമ്പോൾ, അപമാനി നിന്നെ താഴ്ത്തി കെട്ടുമ്പോൾ, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്കൊരുപാട് സങ്കടമുണ്ട്. നിന്നെ പലരും ജോലി ചെയ്ത് ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഉയർച്ചകൾ കാണുമ്പോൾ, നിന്റെ നന്മകൾ കാണുമ്പോൾ, നിന്റെ അനുഗ്രഹം കാണുമ്പോൾ, മേൽക്കുമേ നീ വെച്ചടിച്ച് കയറുന്നത് കാണുമ്പോൾ, അടിവിച്ച് കയറുന്നവൾ പറയും, എന്ന് പറഞ്ഞല്ലേ, മേൽക്കുമേൽ നിനക്ക് ഉയർച്ചകൾ കിട്ടുന്നത് കാണുമ്പോൾ ഏതെങ്കിലും വിധത്തെ നിന്നെ തകർക്കുവാൻ നോക്കുന്ന അനേകത്തി ആളുകൾ നിനക്ക് ചുറ്റിലുമുണ്ട്. അതിന്റെ നടുവിൽ നീ ജീവനിലേക്കുള്ള വാസന വെളിപ്പെടുത്തിക്കണം. സ്തോത്രം. നീ തകരരുത് കേട്ടോ. ഹല്ലേലൂയ. ക്രിസ്തു ഞങ്ങൾ എപ്പോഴും ജയോത്സവം നടത്തുന്ന ധൈര്യത്തോടെ പറയണം. ഹല്ലേലൂയ. അതിന് ദൈവഭയം ആവശ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി നമ്മളത് വിട്ടുകൊടുക്കണം. നമ്മുടെ എല്ലാ സ്വഭാവ അശുദ്ധമായതിനെ എല്ലാം നീക്കിക്കളയുവാൻ നമ്മളിൽ ഒരാൾ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ആദ്യം നമ്മളെ എന്നിട്ട് വെടിപ്പാക്കി എടുക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് രക്തജയം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവമക്കൾ എപ്പോഴും ക്രിസ്തുവിൽ ജയം വരിക്കുന്നവരായും, ക്രിസ്തുവിൽ സന്തോഷിച്ച് ആനന്ദിക്കുന്നവരായും, അവനെ സ്തുതിച്ച് ആയിരിക്കണം, ശോഭിക്കണം. എന്താ? ക്രിസ്തുവിൽ നമ്മളെപ്പോഴും ജയം വരിക്കണം. ക്രിസ്തുവിൽ നമ്മളെപ്പോഴും സന്തോഷിച്ച് ആനന്ദിച്ച് സ്തുതിച്ച് പുകഴ്ത്തുന്നവരായിട്ട് നമ്മൾ ശോഭിക്കണം. ഹല്ലേലൂയ. രക്തം ജയം. ഇന്ന് അനേകം വിശ്വാസികളെ അടുക്കൽ പോയി എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ഈ ഭവനത്തിലും വിശ്വാസികളായിരിക്കും, എങ്ങനെയുണ്ട് സഹോദര, എങ്ങനെയുണ്ട് സഹോദരി, എങ്ങനെയുണ്ട് കുഞ്ഞ, ഇപ്പൊ നിന്റെ സാഹചര്യം എന്നൊക്കെ ചോദിച്ചാൽ, പിന്നെ എന്റെ മോനെ അവരങ്ങോട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ കണ്ണുനീരുകൾ കൊണ്ട് നിറയപ്പെട്ട അല്ലലുകളും പരാതികളും പരിഭവങ്ങളും ഒക്കെയാ പറയുന്നത്. ക്രിസ്തുവിനെ അറിഞ്ഞ് ബൈബിൾ എടുത്തു, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ. ഒരിക്കൽ 2-3 ദൈവദാസന്മാർ ഒരിക്കൽ സുവിശേഷം വഹിക്കാൻ പോയപ്പോൾ സുവിശേഷ വിരോധികൾ ഒന്നിച്ചു വന്ന ദൈവദാസന്മാരെ എടുത്തിട്ടങ്ങ് അടിച്ചു. ശരിക്കടിച്ചു കേട്ടോ. നല്ല ഇടി കിട്ടി. എന്നിട്ട് ഈ ദൈവദാസന്മാരൊക്കെ നന്നായിട്ട് മരുന്ന് ചെയ്ത് വൈദ്യരെ കണ്ടു നന്നായിട്ട് ശരീരം കുഴമ്പക്കെട്ട് ഉഴിച്ചിലൊക്കെ നടത്തി. അല്ലയ്യ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അല്ലയ്യ, അതിലൊരു സഹോദരൻ ഒരു വണ്ടി കിട്ടി. വണ്ടി മേടിക്കാൻ ദൈവം പൈസ കൊടുത്തു, വഴിയൊടി കൊടുത്ത് വണ്ടി മേടിച്ചു. അപ്പം അന്ന് അടി മേടിച്ചു. മറ്റൊരു ദിവസം പറഞ്ഞു, കണ്ട ഞങ്ങൾ ഒന്നിച്ച അടി മേടിച്ചത്, ഞങ്ങൾ ഒന്നിച്ച കേസിന് പോയത്, ഞങ്ങൾ ഒന്നിച്ച ജാമ്യം ഡോക്ടറെ കൊണ്ട് വിളിച്ചിലൊക്കെ നടത്തിയത്. ആണോ, എന്നെ ദൈവം മാനിച്ചില്ല, സഹോദരനെ മാനിച്ചെന്ന് പറഞ്ഞു. കണ്ടോ, ഉള്ളിൽ കിടക്കുന്ന ദുർഗന്ധം കണ്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, നിങ്ങളോട് എങ്ങനെയുണ്ട് എന്ന് നിന്നോട് ആരോടും ചോദിച്ചാൽ നീ പറയേണ്ട ഒറ്റ കാര്യമാണ്, ക്രിസ്തുവെ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നിനക്ക് പറയുവാൻ കഴിയണം. ഹല്ലേലൂയ. എന്നാൽ എന്താ, പല വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരിയായി ഒഴുകി വരും. എപ്പോഴും തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം പറഞ്ഞ്, കൂറ്റാരങ്ങൾ പറഞ്ഞ് ഭവനത്തിനകത്തെ ദൈവിക അന്തരീക്ഷം നഷ്ടപ്പെടുത്തി കളയും. ഹല്ലേലൂയ. സ്തോത്രം. കുടുംബ പ്രശ്നങ്ങളും തോൽവികളും കടങ്ങളും ബാധ്യതകളും എല്ലാം പറഞ്ഞങ്ങ് അസ്വസ്ഥമാകും. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി കുടുംബങ്ങൾക്ക് സമാധാനമില്ല. എന്താ പറയുക, അത് ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരുടെയും വീട്ടിൽ സമാധാനത്തെ കെടുത്തുന്നത് ഈ കൊള്ളം പലിശക്കാരാണ്. ഈ തമിഴ്നാട്ടുകാരും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പൈസ ഇങ്ങനെ ഒരുപാടുള്ളവരുണ്ട്. ബാഗിലൊക്കെ ഇട്ട് രാവിലെ ഇറങ്ങും. എന്നിട്ട് അവരിങ്ങനെ ഈ കോളനികളും മറ്റു സ്ഥലങ്ങളും വീടുകളും എല്ലാം കയറി ഇറങ്ങി അരിച്ച് പുറക്കി ആർക്കാണ് പണം ആവശ്യമിരിക്കുന്നത് കണ്ട് അവരുടെ കയ്യിൽ പണം ഏൽപ്പിക്കും. എന്നിട്ട് ആ പണം ഏൽപ്പിക്കുന്ന പിറ്റേ ദിവസം തൊട്ട് അവർ പിരിവിന് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെ പിരിവിന് വന്ന് ദിനം ആദ്യമൊക്കെ നമ്മൾ വലിയ കുഴപ്പമില്ല, തവണയൊക്കെ തെറ്റാതെ അങ്ങോട്ട് അടയ്ക്കും. പിന്നെ ഒരു ദിവസം ജോലിയില്ലാതെ വരും, 2 ദിവസം ജോലിയില്ലാതെ വരും, ചിലപ്പോൾ 2 ദിവസം പനിയായിട്ട് കിടക്കും. അപ്പം തവണ മുടങ്ങും. അപ്പോഴത്തേനും പലിശക്കാർ, കൊള്ളപ്പലിശക്കാർ വീട് കയറി ഇറങ്ങി അവൻ ചീത്ത പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം കെട്ടുപോകുന്നേ, നമ്മുടെ സമാധാനം കെട്ടുപോകും. അപ്പോൾ ഇന്ന് പല കുടുംബങ്ങളിലും സമാധാനം നഷ്ടപ്പെടുന്നതാണ്. കാരണം നേരം വെളുത്ത് നോക്കുന്നത് പലിശക്കാരൻ മുമ്പിൽ നിൽക്കുന്നതാണ്.
അങ്ങനെ പറയുന്ന ഒത്തിരി പേരെ എനിക്ക് അറിയാം കേട്ടോ. ഒത്തിരി പേര് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ മേടിക്കാതിരിക്കെ, മേടിച്ചാലല്ലേ ഇത് നമ്മുടെ വീട്ടിൽ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലാത്ത ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കണം. ഉപ്പ ഉള്ളെങ്കിൽ അതിട്ട് അല്ലേരിയ ചോറിന്. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ കണ്ടതാണ് കേട്ടോ, നിങ്ങൾ കണ്ടു കാണാം. അല്ലേരിയ ഒരു കുഞ്ഞ് അല്ലേരിയ, ഒരു ആൺകുഞ്ഞ്, ചെറിയ കുട്ടിയാ അല്ലേരിയ, അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ വീട് പഴയ വീടാ, ഓലപ്പെരയൊക്കെ അടുപ്പ് കല്ല് കൂട്ടി കലത്തി കഞ്ഞി വെച്ചിട്ടിട്ടുണ്ട്. അവൻ ഓടി വന്നിട്ട് എന്ത് ചെയ്ത്, അവനൊരു പാത്രം എടുത്തിട്ട് അല്ലേരിയ ആ പാത്രത്തിൽ കുറച്ച് ചോറ് വാരിയിട്ട് ഉപ്പിട്ടിട്ട് കുറെ പച്ചവെള്ളം ഒഴിച്ചിട്ട് അവൻ വാരി തിന്നാ, ഒരു മുളക് പോലും ഇല്ലാതെ. അല്ലേ, ആ കുഞ്ഞിനൊക്കെ എന്ത് സന്തോഷത്തോടെ ആയിരുന്നു ഞാൻ ചിന്തിച്ചത്. എന്നെ കേൾക്കുന്നപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മളതിനെ സന്തോഷത്തോടെ കാണണം. അങ്ങനെ ഒരു അനുഭവത്തിൽ കടന്നു പോയാൽ നമ്മൾ സന്തോഷത്തോടെ കാണണം. നിങ്ങൾക്കറിയാം, ഞാനൊക്കെ എൻ്റെ ചെറുപ്രായത്തിൽ എന്തുമാത്രം പട്ടിണി, ദാരിദ്ര്യങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നറിയോ. ഒരുപാട് പട്ടിണി, ദുരിതങ്ങൾ, ദാരിദ്ര്യങ്ങൾ ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ദൈവം ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അല്ലേരിയ, ഞാൻ വലിയ പണക്കാരൻ്റെ കോടീശ്വരൻ ഒന്നും അല്ല. അന്നന്ന് എന്തെങ്കിലും ദൈവം തരുന്നത് കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ്. എങ്കിൽ പോലും ഞാൻ എപ്പോഴും ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അല്ലേരിയ തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടും. ഞാൻ കർത്താവിന് എപ്പോഴും മഹത്വം കൊടുക്കും. അല്ലേരിയ, അപ്പൊ നമ്മളൊക്കെ ആ അനുഭവത്തിലേക്ക് എത്തണം. അല്ലേരിയ, ജീവിതമൊക്കെ എന്ന് പറയുന്നത് കരഞ്ഞു തീർക്കുവാനുള്ളതല്ല, ജീവിതമൊക്കെ സന്തോഷിച്ച് തീർക്കാനുള്ളതാണ്. അപ്പൊ ജീവിതം സന്തോഷിച്ച് തീർക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, ഒരുപാട് പേര് കോടിക്കണക്കിന് രൂപയായിട്ട് ആഡംബര ജീവിതം സുഖിച്ച് കുളച്ച് മതിച്ചാറാടി ആമി ടൂറൊക്കെ നടത്തി തീർത്ഥാടന കേന്ദ്രങ്ങളും ആമി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും സന്ദർശിച്ചൊക്കെ പോകുന്നവരാണ്. അല്ലേ, അങ്ങനെയാണത്. ഞാൻ കഴിഞ്ഞിടെ എന്നോട് വിശ്വാസം വിളിച്ചിട്ട് പറഞ്ഞേ, എൻ്റെ പാസ്റ്റർ ഞങ്ങൾ ഗോവയ്ക്ക് ടൂർ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാസ്റ്റർ, ഞാൻ വരുന്നില്ല. കാരണം ഗോവയ്ക്ക് ടൂർ പോയി ഗോവയിലെല്ലാം കൂടി 31 ബീച്ചുകളുണ്ട്. അല്ലേരിയ, ആ 31 ബീച്ചുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഗോവയിലെ 31 ബീച്ചുകളിൽ നമ്മുടെ കണ്ണുകൾക്ക് ഇമ്പമായതൊന്നും അവിടെ ഇല്ല. അല്ലല്ലേ, ഞാൻ പോയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടും പോയവരെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ളതും പിന്നെ അനവധി നമുക്കതിനെ കുറിച്ച് പരിജ്ഞാനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവ സഹോദരങ്ങളെ, നിങ്ങൾ ഗോവയിൽ ടൂർ പോയത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം കിട്ടി? വേറെ സ്ഥലമൊന്നും ഇല്ലായിരുന്നോ നിങ്ങൾക്ക്? ഗോവ കാണാൻ പോയപ്പോൾ നിങ്ങൾ ഗോവ കണ്ടപ്പോൾ നിങ്ങളെന്താ ബീച്ചിൽ പോയത്? അല്ലേ, അപ്പോൾ ഈ പാസ്റ്റർക്ക് ഇത് ചോദിക്കേണ്ട കാര്യം, എനിക്ക് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഗോവയ്ക്ക് ടൂർ പോകുമ്പോൾ നീ സൂക്ഷിച്ചോണം കേട്ടോ. അല്ലേ, ഗോവയ്ക്ക് ടൂർ പോകുമ്പോൾ നീ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ, നിന്റെ ജീവിതം വരെ അപകടത്തിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ, അത്ര നീ ഗോവയ്ക്ക് പോകുന്ന കുഴപ്പമില്ല, ഗോവയിൽ നീ ചെന്നിട്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നവളാണെങ്കിൽ നിനക്ക് ഗോവയല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തും പോകാം. അതുകൊണ്ടാണ് പൗലോസ് എവിടെ ചെന്നാലും, പൗലോസ് ത്രോവാസി ചെന്നാലും, അല്ലെങ്കിൽ ആമി മാസ്ലൂടെ ചെന്നാലും, ഫിലിപ്പിയിൽ ചെന്നാലും, കൊരിന്തിയിൽ ചെന്നാലും, ഗലാത്യയിൽ കൊലോസിയിൽ ചെന്നാലും എല്ലാം ആമി ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവം നടത്തുകയും ആമി ഞങ്ങളെ കൊണ്ട് തന്റെ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയായിരുന്നു പൗലോസ് വെളിപ്പെടുത്തതൊക്കെ. അല്ലേരിയ, അപ്പൊ നമ്മൾ ആ അനുഭവത്തിലേക്ക് എത്തണം കേട്ടോ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കരഞ്ഞു തീർക്കുവാനല്ല, സന്തോഷിച്ച് തീർക്കുവാനല്ല. ഇല്ലായ്മയുടെ നടുവിലാണ് സന്തോഷിക്കേണ്ടത്, കഷ്ടതയുടെ നടുവിലാണ് സന്തോഷിക്കേണ്ടത്, അല്ലെങ്കിൽ ദുഃഖത്തിന്റെ നടുവിലാണ് സന്തോഷിക്കേണ്ടത്, ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് സന്തോഷിക്കേണ്ടത്, രോഗത്തിന്റെ നടുവിലാണ് സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം അങ്ങനെ ഒന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റുമെന്നേ. നമ്മൾ പലപ്പോഴും പരാജയപ്പെടും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുന്നത് തെറ്റായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ദൈവത്തെങ്കിലും വരണം. നമ്മളെപ്പോഴും കർത്താവ് ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുമെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ചിലവരും കർത്താവ് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല, ഞങ്ങൾ വിശ്വാസത്തിൽ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരു നേട്ടവുമില്ല, വന്നത് തന്നെ തെറ്റിപ്പോയി, വരണ്ടായിരുന്നു, മടങ്ങിപ്പോയ എന്നൊക്കെ ചിന്തിക്കുന്ന അഭിപ്രായ വിശ്വാസികളുള്ള ഇന്നും നമ്മുടെ ദൈവസഭയ്ക്കതുണ്ട്. സഭയ്ക്കകത്ത് നിൽക്കുന്നതിൽ തന്നെ വിശ്വാസികളായി കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നവരാണെങ്കിൽ പോലും അതിനകത്ത് പിന്മാറ്റക്കാരുണ്ടെന്ന്. ഹല്ലേലൂയ. പിന്മാറ്റക്കാരുണ്ട്, മാനസാന്തരപ്പെടാത്തവരുണ്ട്. ഹല്ലേലൂയ. പലതും മാനസാന്തരപ്പെടാത്തവരാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ സ്തോത്രം ഈ കടയിലൊക്കെ ചെന്ന് ഈ പയറൊക്കെ വാങ്ങി, ചെറുപയറും വൻപയറൊക്കെ വാങ്ങി. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചെറുപയറും വൻപയറും മൂത്തിരിയൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് കറി വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് കല്ലൊക്കെ കാണും. ഹല്ലേലൂയ. കല്ലുമൊക്കെ കാണും, അല്ലെങ്കിൽ പുഴുവൊക്കെ കാണും എന്ന് പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലൊക്കെ തന്നെയാണ്. ഒരുപാട് കല്ലുകളും കട്ടകളും ഇതൊക്കെ നിറയപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. അപ്പൊ നമ്മൾ ആ ചെറുപയറും അല്ലെങ്കിൽ സ്തോത്രം വൻപയറും ആ മുതിരയൊക്കെ തിന്നുമ്പോൾ കല്ല് കടിക്കും ഇടയ്ക്ക്.
അല്ലേ? അപ്പൊ നമുക്ക് വലിയ അസ്വസ്ഥ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുമ്പോൾ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയണം. അതിനെയൊക്കെ തരണം ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ക്ഷമയാണ് ഇവിടെ ആവശ്യം. ക്ഷമ തന്നെ പോലെ ദീർഘക്ഷമയാണ് ആവശ്യം. അല്ലേ? ക്ഷമ കൊണ്ട് നമുക്കെല്ലാം നേടാൻ കഴിയത്തില്ല, പക്ഷെ ദീർഘക്ഷമ കൊണ്ട് നമുക്ക് പലതിനെയും നേടിയെടുക്കാൻ കഴിയും. അല്ലേലുയ. രക്തം ചെയ്യും. നീ തകർന്നു പോകരുത് കേട്ടോ, നീ ക്ഷീണിച്ചു പോകരുത്, നീ സന്തോഷിക്കണം. അല്ലേടി? ദൈവം ആഗ്രഹിക്കുന്ന നീ സന്തോഷിക്കുന്ന. ഫിലിപ്പിയ കാരാഗ്രഹത്തിന്റെ കിടക്കുമ്പോൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവമായിട്ടാണ്. മാത്രമല്ല പൗലോസ് എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നുവെന്ന് ഫിലിപ്പി ലേഖനം 4:4 വായിച്ചാൽ കാണാൻ കഴിയും. എപ്പോഴും സന്തോഷിക്കുന്ന പൗലോസ്. പരാതികളും ആവലാതികളും പരിഭവങ്ങളും ഒന്നും പറഞ്ഞ് ക്രിസ്തു ഞങ്ങൾക്കൊന്നും ചെയ്തില്ല, ഞങ്ങളെ ഒന്നും നടത്തിയില്ല, ഞങ്ങൾ ക്രിസ്തുവിന്റെ വചനം പറയാൻ തുടങ്ങി അന്ന് തൊട്ട് ഉപദ്രവമാണ്, പീഡയാണ്, ജയിലാണെന്നൊന്നും പറഞ്ഞ് പൗലോസ് തന്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയങ്ങളെ പറയാതെ, അല്ലേലിയ, താൻ ഒരു സ്ഥലത്തും അധൈര്യപ്പെട്ടു പോകാതെ, അല്ലേലുയ, എപ്പോഴും ക്രിസ്തുവിൽ ജയോത്സവമായ അവന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുക. നിനക്കതിന് കഴിയുമോ? രക്തം ചെയ്യും. അല്ലേലുയ. അതുകൊണ്ട് നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ജയത്തിന്റെ വാക്കുകൾ പറഞ്ഞു പഠിക്കണം. ജയോത്സവത്തിന്റെ വാക്കുകൾ, ജയത്തിന്റെ വാക്കുകൾ, ഗാംഭീര്യത്തിന്റെ വാക്കുകൾ, നിശ്ചയമുള്ള വാക്കുകൾ നീ പറഞ്ഞ് നിന്റെ ജീവിതത്തെ നീ ആത്മീയമായി പണിതെടുക്കണം. താഴ്ച നിന്റെ ജീവിതത്തിലുണ്ട്, ശരിയാ, പക്ഷെ നമ്മൾ ഉയർച്ചയെ കുറിച്ച് പറയണം, നന്മയെ കുറിച്ച് പറയുള്ളൂ. തിന്മ പറയരുത്. തിന്മ ചെയ്യുന്നവർ ചെയ്യട്ടെ, തിന്മ പ്രവർത്തിക്കുന്നവർ അത് ചെയ്യട്ടെ. നമുക്ക് തിന്മയുണ്ടെങ്കിലും തിന്മയുടെ അനുഭവത്തിൽ കടന്നുപോയാലും നാം നന്മയെ കുറിച്ച് മാത്രം ഘോഷിക്കണം. രക്തം ചെയ്യും. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരമാണെന്നാണ് നമ്മൾ റോമലേഖനത്തിലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. നന്മ സുവിശേഷിക്കുന്ന കാലം എത്ര മനോഹരം. അല്ലേരി. ഇവിടെ ദൈവത്തിന് അപ്പോസ്തലനായ പൗലോസ് ഞങ്ങൾ സന്തോഷപൂർവ്വം ജയം ഭരിച്ചു എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഈ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? രഹസ്യം എന്താണ്? വീണ്ടും ആ വചനം വായിച്ച് നമ്മൾ നോക്കിയാൽ വചനത്തിന്റെ ആരംഭത്തിൽ തന്നെ ക്രിസ്തുവിൽ എന്ന് കാണാൻ കഴിയും. വചനത്തിന്റെ ആരംഭത്തിൽ തന്നെ ക്രിസ്തുവിൽ ഞങ്ങളെ, അല്ലേലിയ, ക്രിസ്തുവിൽ, അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. അവിടെ പറയുന്നതാണ് അല്ലേലിയ, ക്രിസ്തുവിൽ എന്ന് കാണാം. അതാകുന്നു ആ രഹസ്യം. ഒരുവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നുവെന്നാൽ അവൻ എപ്പോഴും ഉത്സാഹവും ജയവും പരിജ്ഞാനത്തിന്റെ വാസനയുണ്ടാകും. നമ്മളെപ്പോഴും ക്രിസ്തുവിലാണെങ്കിൽ ലോകത്തിലാകരുത്, ലോകക്കാരോട് കൂടെ ആകരുത്, സാത്താന്റെ ഇഷ്ടങ്ങൾക്കാകരുത്. നമ്മളെപ്പോഴും ക്രിസ്തുവിൽ. പൗലോസ് എപ്പോഴും ക്രിസ്തുവിലാണ്. അല്ലേലിയ. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്ന, പഴയത് കഴിഞ്ഞുപോയി എന്ന് 2 കൊരിന്ത്യർ 5:17 നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേലിയ. അപ്പൊ എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, ഇത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. അല്ലേലിയ. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി നീ മാറുന്നെങ്കിൽ മാത്രമേ നിനക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:17 വായിച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലിയ. ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെ കാരണഭൂതൻ നമ്മുടെ ദൈവം തന്നെയാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മളൊരു പുതിയ സൃഷ്ടിയാ. പൗലോസ് ലോകത്തിൽ ജീവിച്ചവനാ, ലോകപ്രകാരം ജീവിച്ചവനാ, ദൈവസഭയെ ഉപദ്രവിച്ചവനാ, ദൈവമക്കളെ ഉപദ്രവിച്ചവനാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആരെങ്കിലും വിശ്വസിച്ച് കർത്താവിന്റെ നാമത്തെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാൻ വേണ്ടി അധികാരപത്രം, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി നടന്നവനെ. കൂടാതെ വിശുദ്ധ സത്യവേദോസം പഠിക്കുമ്പോൾ ആദിമസഭയുടെ 1ാമത്തെ അപ്പോസ്തലനായിരിക്കുന്ന, 1ാമത്തെ രക്തസാക്ഷിയായിരിക്കുന്ന, അല്ലേലിയ, എന്ന് പറയുമ്പോൾ സ്തെഫാനോസിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ 1ാമത്തെ രക്തസാക്ഷിയായിരിക്കുന്ന, അല്ലേലിയ, സ്തെഫാനോസിനെ കൊന്നപ്പോൾ മൗന സമ്മതം കൊടുത്ത് അവിടെ തുടി കാത്തു നിന്നവനെ ഈ പൗലോസ്. അല്ലേലിയ. അവിടെ വസ്ത്രം നോക്കി കാവൽ നിന്നവനാ. അപ്പൊ സ്തെഫാനോസൊക്കെ നല്ലൊരു അപ്പോസ്തലനായിരുന്നു ഞാനങ്ങ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അപ്പോസ്തലൻ പറയുന്നത് കേട്ടോ. അല്ലേലിയ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്. അല്ലേലിയ. പൗലു അത്രമാത്രം നീചനായിരുന്ന, അല്ലേലിയ, നിഷ്ഠുവനായിരുന്ന, പാപിയായിരുന്ന പൗലോസ് എന്ന് പറയുന്ന വ്യക്തി പുതിയ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനായി കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടപ്പോൾ, ക്രിസ്തുവിന്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ, ജലത്തിൽ സ്നാനം കഴിച്ചപ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പൗലോസ് കഴുകപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസിന് പുതിയ സൃഷ്ടിയാ. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന
ദൈവത്തിന് സ്വതന്ത്രം. മുമ്പെന്താ? കർത്താവിന് എതിരായിട്ട് നിന്നവനാ. ഇപ്പം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുക. അത് നീ എപ്പോഴും പുതിയ സൃഷ്ടിയായിരിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾക്കൊരിക്കൽ പറയാം, ഇതൊക്കെ പാസ്സൊക്കെ പറയാം. അല്ല, നമ്മളങ്ങനെ പറയില്ല, ചെയ്യണം. നമുക്ക് ഒരുപാട് കഷ്ടത. നിങ്ങൾ കടന്നു പോകുന്ന അതേ കഷ്ടതയിലൂടെയൊക്കെ തന്നെ ഞാനും കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങൾ കടന്നു പോകുന്ന അതേ കഷ്ടം നിങ്ങൾ പോകുന്ന പോലെ ആയിരിക്കും. ഓരോരുത്തർ പോലെ രീതിയിലല്ലേ. അങ്ങനെ കഷ്ടതയുണ്ടെന്ന് ഞാൻ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് മുമ്പിലുണ്ട്, പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. എല്ലാത്തൊന്നും ആമയല്ല, ആമൻ നിലയിലോ കയത്തി മുങ്ങുന്നത് പോലെ ഒക്കെ നമ്മൾ കടന്നു പോകും. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ അല്ലെ ക്രിസ്തുവിൻ നമ്മളെ കൊണ്ട് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയായിരിക്കും നമ്മൾ വെളിപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ നമ്മൾ മാറിയും ദൈവത്തോട് പറയാം. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് സമയം മാറ്റി വെച്ചിട്ട് സ്തോത്രം നമ്മൾ ദൈവത്തിന് മുഴക്കങ്ങാലും മടക്കിയിൽ നമ്മുടെ സങ്കടങ്ങൾ മുഴുവൻ, നമ്മുടെ വേദനകൾ മുഴുവൻ നമ്മുടെ ദൈവത്തോട് പറയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്റെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും നീ പറഞ്ഞാൽ അത് മറ്റാരോടും പറഞ്ഞ് നോട്ടീസ് അടിക്കാത്ത ഒറ്റ ഒരുവനുണ്ടെങ്കിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നീ ഒരുപക്ഷം മറ്റൊരാളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനാ പറഞ്ഞെങ്കിൽ അവരെ 100 പേരോട് നോട്ടീസ് ലോകം മുഴുവൻ പരത്തും. അല്ലെങ്കിൽ ചില വിഷയങ്ങളൊക്കെ രഹസ്യമായി പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാ വിഷയങ്ങളും നീ എല്ലാവരോടും പറയരുത്. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവ്, നിങ്ങൾ പരാജയപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾ ഒരുപക്ഷെ സത്യസന്ധമായിട്ട് അവൻ വിശ്വസ്തനുള്ളവനാണ്. ഞങ്ങളുടെ പാസ്സൊക്കെ ഒച്ചമ്മയൊക്കെ ഭയങ്കര വിശ്വാസം, എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ആരോടും പറയത്തില്ല, രഹസ്യമായിട്ട് വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന നിങ്ങളൊരു വിശ്വസ്ത മനുഷ്യനായിരിക്കും, നിങ്ങളൊരു വിശ്വസ്ത സഹോദരിയായിരിക്കും. പക്ഷെ നിങ്ങളെ ആ വിശ്വസ്ത അവർക്ക് കാണണമെന്നില്ല. ലേരിയ നിങ്ങൾ പറയുന്ന വാക്കുകൾ അത് ഏറ്റെടുത്തിട്ട് നിങ്ങൾ പോകുന്ന നിമിഷത്തിൽ തന്നെ അവരത് പലരോടും പറഞ്ഞിരിക്കും. നിങ്ങൾ രഹസ്യം പറഞ്ഞത്, പക്ഷെ അത് പെട്ടെന്ന് പരസ്യമാകും. ലേരിയ. അപ്പം പിന്നെ നിങ്ങൾ അമ്മ ഞാൻ അന്നത് പറയരുതെന്ന് പറഞ്ഞില്ലായിരുന്നു. കൊച്ചമ്മ അന്ന് ഞാനത് ആരോടും പറയുമെന്ന് പറഞ്ഞിട്ടില്ല. കൊച്ചമ്മയോട് ഇപ്പൊ അവരെല്ലാം അറിഞ്ഞില്ല. ഞാനത് അറിഞ്ഞില്ല, ഞാനങ്ങ് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് അറിയാതെ പറഞ്ഞു പോയി. അറിയാതല്ല, നിന്നെ ഒന്ന് ആറ്റിക്കണം, അത്രേ ഉള്ളായിരുന്നു. അല്ലേ? പിന്നെ സോറി കേട്ടോ, ആ വാക്കിനങ്ങ് തീരുമല്ലോ. അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ എല്ലാ വിഷയങ്ങളും നീ എല്ലാവരോടും പറയരുത്. അല്ലേ? നിന്റെ എല്ലാ വിഷയങ്ങളും നീ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ രഹസ്യ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ പരസ്യമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് സങ്കടമായി മാറും. അതുകൊണ്ട് നിന്റെ ചില വിഷയങ്ങൾ നീ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിലൂടെ നീ പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് ഹല്ലേലൂയ നമ്മൾ മത്തായി 6:6 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും പറയരുത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ശക്തനായി പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. തന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉപദ്രവങ്ങളും പീഡകളും ഒക്കെ വർദ്ധിക്കുന്ന സമയങ്ങളിൽ ഒറ്റപ്പെട്ടു മരണം തന്റെ മുമ്പിൽ വന്നു നിൽക്കും. മരണത്തിന്റെ വാസന തന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവിടുന്ന് ആടി വാതറി പോകാതെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ തീർച്ചയായും ഉറച്ചു നിന്നുകൊണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തെ വെളിപ്പെടുത്തുക. പൗലോസ് മരണത്തിലുള്ള വാസനയല്ല ചെയ്തത്. പൗലോസ് ജീവനിലേക്ക് യാത്ര ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജീവനിലേക്ക് യാത്ര ചെയ്യണം. പ്രവേശനോട് ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകളൊക്കെ മാറട്ടെ. നിങ്ങൾ സന്തോഷിച്ചാട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി ഒരുപാട് പേരല്ലേ. നമുക്ക് ഞാൻ ഹല്ലേലൂയ കഴിഞ്ഞ ചില ദിവസം ഒരു സഹോദരിയെ വിളിച്ച്, എൻ്റെ പാസ്റ്ററെ കുടുംബത്തകർന്ന് അച്ചായനുണ്ടായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ സന്തോഷം ജീവി. അച്ചായനങ്ങ് മരിച്ചുപോയി. ഞാൻ കുഞ്ഞുങ്ങളെ കണ്ട് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ശരിയാ, അവർക്ക് ഒരുപാട് സങ്കടമുണ്ട്. അങ്ങനെ നമ്മുടെ ഒരുപാട് സഹോദരമുണ്ട്. അച്ചായന്മാർ നഷ്ടപ്പെട്ടു പോയി, അമ്മാമ്മമാർ ഭാര്യമാർ നഷ്ടപ്പെട്ടു പോയി, അനുമതി അച്ചായന്മാർ കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കുന്നുണ്ട്. സഹോദരിമാർ കുഞ്ഞുങ്ങളെ ജീവിതം ഒറ്റപ്പെട്ട് ജീവിതത്തിലുണ്ടായിരുന്ന ഏക ആശ്രയം തക്കത്തുള്ള ജീവിതത്തിൽ മാറ്റപ്പെട്ട് ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോകുന്ന സങ്കടപ്പെട്ട് മനസ്സ് മുഴുവൻ ഭാരത്തോടെ ഇനിയുള്ള കാലം എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത്, എങ്ങനെ മുന്നോട്ട് പോകുന്ന ഓർത്ത് ജീവിക്കുന്ന സഹോദരങ്ങളുണ്ടെന്ന് എന്നെ കേൾക്കുന്ന സഹോദര, അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിലും നീ പതറിപ്പോകരുത്. ഞാനത് പറയുമ്പോൾ എന്നെ പലരും അങ്ങനെ വിഷയങ്ങൾ പ്രാർത്ഥിക്കും വിളിക്കുമ്പോൾ ഞാൻ അവർ ഈ വിഷയങ്ങൾ പറയും. അപ്പം ഞാൻ അവരുടെ എൻ്റെ അനുഭവം പറയും. ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു വ്യക്തിയാണ്. ഞാനും കുടുംബമായിട്ട് സന്തോഷമായിട്ട് ഞാനും എൻ്റെ ഭാര്യ എൻ്റെ കുട്ടിയും കൂടെ സന്തോഷത്തോട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവളെ എൻ്റെ അരികിൽ തന്നെ അറ്റാക്കിട്ട് മരിച്ചു. എൻ്റെ ഭാര്യ അറ്റാക്കിട്ട് മരിച്ചു. അപ്പോൾ അവൾ മരിച്ചു. ഞാനിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മാത്രമായി. ഞങ്ങൾക്ക് അവർ ചിന്തകളി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, എങ്ങനെയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളൊക്കെ ഓർത്ത് മനം കരങ്ങിയിരുന്ന സമയം എനിക്കുണ്ട്.
ഞാനതിനെയൊക്കെ ജയിച്ചു, ഞാൻ അധൈര്യപ്പെട്ടു പോകാതെ ഞാൻ ധൈര്യത്തോടെ കർത്താവിന്റെ സുവിശേഷം പറയാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും വരുമ്പോൾ അധൈര്യപ്പെട്ടു പോകരുത്. ദൈവം അതിനകത്ത് എന്തെങ്കിലും പദ്ധതി കാണും. അല്ലേലിയ. അങ്ങനെ പലരോടും പറയാം, നീ ഇന്ന് ഈ വചനം കേൾക്കുക. അങ്ങനെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നീ ധൈര്യപ്പെട്ടിരിക്കണം കേട്ടോ. അല്ലേലിയ. നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ സങ്കടം കാണുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ സങ്കടം കാണുന്ന ദൈവമുണ്ടെന്ന്. അല്ലേരിയ. നീ കരഞ്ഞ കണ്ണുനീരെല്ലാം, നീ ഒഴുക്കിയ കണ്ണുനീരെല്ലാം നിന്റെ കണ്ണിൽ നിന്ന് ഒഴുക്കി, നിന്റെ തലയെണ്ണ കുടിച്ച, നിന്റെ മെത്ത കുടിച്ച കണ്ണുനീരെല്ലാം, രാത്രിയുടെ യാമങ്ങളിൽ നീ ഒഴുക്കിയ കണ്ണുനീരെല്ലാം മാഞ്ഞു പോയെങ്കിലും, ഉണങ്ങിപ്പോയെങ്കിലും, അത് നിനക്ക് പിറ്റേ ദിവസം കാണാൻ കഴിയില്ല. നിന്റെ കണ്ണുനീരെല്ലാം ആവിയായി പറന്നുപോയെങ്കിലും നിന്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവമുണ്ട്. അല്ലേരിയ. നിന്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവമുണ്ട്. അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് നീ കരഞ്ഞ നിലവിളിക്കും മറുപടി ദൈവം തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് പകൽ ചിലരുടെയൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് പറയുന്നത്, ശക്തമായ ആലോചന പറയുന്നത്, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ദൈവം തരാൻ പോകുക. നീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, കരഞ്ഞു കലങ്ങിയ ഹൃദയമായി നീ പലപ്പോഴും വേദനപ്പെട്ടിട്ട്, ഒറ്റപ്പെട്ട് നൊമ്പരപ്പെട്ടിട്ടില്ലേ? പലപ്പോഴും മതിയെന്ന് തോന്നിയ അനുഭവങ്ങളില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നീ മടുത്തുപോയ സാഹചര്യങ്ങളിൽ നീ കരഞ്ഞ കണ്ണുനീരിന്റെ പ്രതിഫലം ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ കരഞ്ഞു കലങ്ങിയ, നിങ്ങൾ കരഞ്ഞു മടുത്ത്, നിങ്ങൾ ഒഴുകിയ കണ്ണുനീരിന്റെ മറുപടി ദൈവം നിനക്ക് തരുന്നത് എങ്ങനെ? തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിക്കാലത്തിൽ പൊന്നാരങ്ങി എന്ന് പറഞ്ഞ പോലെ ദൈവം നിന്റെ മുമ്പിലേക്ക് നീട്ടുവാൻ പോവുകയാണ്. അല്ലേരിയ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? ബിസിനസ്സിൽ തകർന്നിരിക്കുന്നവർ, കൃഷി നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, വിദേശ രാജ്യത്ത് കടന്നുപോയി വേദനപ്പെടുന്ന, നൊമ്പരപ്പെടുന്ന, ഒരു ജോലിക്ക് വേണ്ടി അതി ആഗ്രഹിക്കുന്ന, പല പരീക്ഷകൾ, പല ടെസ്റ്റുകൾ എഴുതുന്ന, അതിലും പരാജയപ്പെട്ട് നുറുങ്ങിയ ഹൃദയത്തോടു കൂടി ഇരിക്കുന്ന ചില ജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിന്റെ പരിഭവത്തിന്റെ വാക്കുകളെയൊക്കെ നീ മാറ്റിവെച്ചിട്ട്, അല്ലേലിയ, നീ ക്രിസ്തുവിൽ ജയോത്സവമായി, അല്ലേലിയ, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, അല്ലേലിയ, നിന്റെ പരാജയ ഭീതിയെ മാറ്റാൻ യേശുവിന് കഴിയും. കരമടിച്ച് ദൈവത്തിൽ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ജീവിതം തനിക്ക് തന്നിരിക്കുന്നത്, ജീവിതം നിനക്ക് തന്നിരിക്കുന്നത്, ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്, ജീവിതം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സന്തോഷിപ്പാനാണ്. ഹല്ലേലൂയ. ആ സന്തോഷം ക്രിസ്തുവിലാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അതാണ് പൗലോസ് ക്രിസ്തുവിലാണ് സന്തോഷം കണ്ടെത്തുന്നതല്ല. ഹല്ലേലൂയ. ലോകത്തിൽ ഒരിക്കലും പൗലോസ് സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചില്ല. എല്ലാം ക്രിസ്തുവിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, താമര വെള്ളത്തിൽ ജീവിക്കുന്നു, എന്നാൽ താമര വെള്ളം അല്ലെങ്കിൽ ആ വെള്ളം താമരയിൽ തൊട്ടുന്നതേ ഇല്ല. താമരയോടെ വളരുന്ന വെള്ളത്തിലല്ലേ? താമര വെള്ളത്തിൽ വരും, എന്നാൽ ആ വെള്ളം താമരയിൽ ഒട്ടുന്നേയില്ല. മത്സ്യം ഉപ്പുജലത്തിൽ ജീവിക്കുന്നെങ്കിൽ മത്സ്യത്തിനുള്ളിൽ ഉപ്പില്ല. അതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ലോകത്തിലെ സകല അശുദ്ധതകളും ദുഷ്ടതകളും എല്ലാം നിങ്ങളെ നീങ്ങിപ്പോകും. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ സകല അശുദ്ധിയും ദുഷ്ടതയും ഇതിന്റെ അടിക്ക് പോലും എത്തത്തില്ല. കടലിൽ വസിക്കുന്ന മീനിൽ ഉപ്പില്ലാത്തതുപോലെ, ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന മീനിന് ഉപ്പില്ലാത്ത പോലെ, ആ മീനിനെ തന്നെ നിങ്ങൾ പിടിച്ച്, കടലിലെ വെള്ളം ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മീൻ, ആ മീനിന് ഉപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു, ആ മീൻ തന്നെ നിങ്ങൾ വാങ്ങിക്കൊണ്ട് നിങ്ങളൊരു പാത്രത്തിലിട്ട് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് ആ മീൻ അപ്പം തന്നെ ഉപ്പ് പിടിക്കും. അത് അപ്പോൾ തന്നെ ഉപ്പ് പിടിക്കാൻ മീന്. എന്നാൽ കടലിൽ കിടന്നിട്ട് മീൻ ഉപ്പ് പിടിച്ചില്ല. അല്ലേരിയ. അത് അന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദുർനടപ്പുകളും അശുദ്ധമായതും ദുഷ്ടതകളും അശുദ്ധിയൊന്നും നിന്റെ ഉള്ളിലേക്ക് കടന്നുകൂടാതെ നീ ക്രിസ്തുവിൽ സന്തോഷിക്കണം. പൗലോസ് പുതിയ സൃഷ്ടിയായി മാറിയതുപോലെ നീ പുതിയ സൃഷ്ടിയായി മാറണം. ഹല്ലേലൂയ. സ്തോത്രം. മുള്ളുകൾക്കിടയിൽ നിൽക്കുന്ന താമര പോലെ നീ എപ്പോഴും സൗരഭ്യം വരുത്തണം. താമര എവിടെ നിൽക്കുന്നത്? മുള്ളുകൾക്കിടയിൽ. ഹല്ലേലൂയ. ഈ റോസപ്പൂക്ക് എവിടെ നിൽക്കുന്നത്? ഹല്ലേലൂയ. മുള്ളുകൾക്കിടയിലല്ലേ? മുള്ളുകൾക്കിടയിൽ റോസപ്പൂ വളരുന്നുണ്ടെങ്കിലും ആ റോസപ്പൂവിലൊന്നും മുള്ളുകൾ ഏശാതെ, റോസപ്പൂവിന്റെ എതിരുകളൊന്നും മുള്ളു ഞെരുക്കിക്കളയാതെ ആ റോസപ്പൂ എപ്പോഴും സൗരഭ്യം വരുന്ന പോലെ മുള്ളുകൾക്കിടയിൽ നിൽക്കുന്ന റോസപ്പൂ സൗരഭ്യം വരുന്നു. നീ എപ്പോഴും ഈ ലോകത്തിന്റെ ദുഷ്ടതയിലും ലോകത്തിന്റെ ദുഷ്ടന്മാരും നീചന്മാരും ക്രൂരന്മാരും ഒക്കെ വസിക്കുന്ന ഈ ഭൂമിയിൽ നീ നല്ല റോസാപുഷ്പം പോലെ സൗരഭ്യം കൊടുക്കണം. എനിക്ക് തോന്നി പൗലോസ് ക്രിസ്തുവിൽ ഞങ്ങൾ എപ്പോഴും ജയോത്സവം നടത്തുക, എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുന്നു പറഞ്ഞപ്പോൾ ഈ മുള്ളു കൊള്ളുന്ന അനവധി കാര്യങ്ങൾ, മുള്ളിന്റെ അനുഭവം പൗലോസിനുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും താൻ വകവെച്ചില്ല.
ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തണമെന്നതായത് പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, മരണം വരെ തന്നെ ജീവിതത്തിൽ കടന്നു വന്നു, മരണത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ. എങ്കിലും യേശു ക്രിസ്തു പിതാവായി ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. യേശു ഒരിക്കലും ഒരിടത്തും പരാജയപ്പെട്ടു പോയില്ല. പൗലോസ് ഒരിക്കലും ഒരിടത്തും പരാജയപ്പെട്ടില്ല. അതുപോലെ അവനെ അനുഗമിക്കുന്നവരും ഒരിക്കലും പരാജയപ്പെടരുത്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. അതെ, അവന്റെ പാതയിലൂടെ നടക്കുവാൻ നീ ഒരു തീരുമാനമെടുക്കണം. യേശു ക്രൂശിനെ നോക്കി നടന്നപ്പോൾ ജയവീരനെ പോലെ നടന്ന് സാത്താനെ നേരിട്ടു. ഹല്ലേലൂയ. യേശു ക്രൂശുമായി നടക്കുമ്പോൾ ആ ക്രൂശിനെ നോക്കുന്നെങ്കിൽ യേശു ജയകാപീരത്തോടെ ആ ക്രൂശ് വഹിച്ചോടെ ഗോൽഗോത്തോടെ നടന്നു കയറി. സാത്താനെ അവൻ പരാജയപ്പെടുത്തി. യേശു സാത്താനെ പരാജയപ്പെടുത്തി. ഹല്ലേലൂയ. ക്രൂസിൽ വെച്ച് അവന്റെ തലയെ തകർത്തു. പാപാക്രമങ്ങളെ തന്റെ അടിപ്പിണരുകളായി സ്വീകരിച്ചു. അവൻ നമുക്ക് വേണ്ടി ജയത്തെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൾ നമുക്ക് സൗഖ്യം വന്നു. അതുകൊണ്ട് നിങ്ങൾ ജയഗാംഭീര്യത്തോടെ ജീവിക്കണം. അവന്റെ അടിപ്പിണരാൾ നിങ്ങൾക്ക് സൗഖ്യം വന്ന് നിങ്ങൾ ഈ രോഗത്തിന്റെ തലയിൽ ജയഗാംഭീര്യത്തോടെ നടക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വായിച്ച വചനം എന്താണ്? 2 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജീവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിന് വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നന്ദി സൂചകമായ വാക്കുകൾ പ്രതിസന്ധികൾ നടുവിലും അർപ്പിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന അന്തരാർപ്പണവും സ്തോത്രയും അർപ്പിക്കുന്ന പൗലോസിനെ പോലെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ കഷ്ടത മാറും, പ്രതിസന്ധി മാറും, കണ്ണുനീര് മാറും. ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, ക്രിസ്തു ജോത്സവമായി നടക്കുക ഒരവസരം എനിക്കിവിടെ തരണമേ. എൻ്റെ കുടുംബത്തിൽ തരണം, എൻ്റെ മക്കൾക്ക്, എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിക്ക്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മായിയമ്മയ്ക്ക് എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം ഇന്ന് പകർന്നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ വളരെയധികം സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വലിയവരും ചെറിയവരും എല്ലാം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് കർത്താവേ. പാപത്തിന്റെ വശീകരണത്തിനകത്ത് തകപ്പെട്ട് വീണ് കിടക്കുന്ന, പാപത്തിന്റെ വീണ് സമാധാന സന്തോഷമില്ലാതെ കിടക്കുന്ന സകല ജലത്തെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തയും നിരാനുഭവത്തിൽ രാസന യാചകർ ഓർഫനേജ് തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൊടികൂട്ട് കൊട്ടാരത്തിലെ പാർക്കുന്ന എല്ലാ ജനത്തെയും കർത്താവ്, എല്ലാ മേഖലയുള്ള ജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വിവിധ ഗോത്രങ്ങൾ, ആദിവാസി ട്രൈബൽ ദ്വീപവാസികളൊക്കെ ഓർക്കുന്നു. രാജ്യരാഷ്ട്ര തലവന്മാർ, മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ നേതൃത്വം, സയൻസ് എഞ്ചിനീയർമാർ, എല്ലാ ഫലം ശുഭാത്തിലുള്ള എല്ലാ കർത്താവ് ജനത്തെ ഞങ്ങൾ ദൈവകരം ഏൽപ്പിക്കുകയാണ് കർത്താവ്. കഷ്ടമോ പ്രയാസമോ നിന്ദകളും ഉപദ്രവ പീഡകളെ കടന്നുകൊണ്ട് ദാരിദ്ര്യം, രോഗങ്ങൾ, മഹാവ്യാധികൾ കടന്നു പോകുന്നവർ ജീവിതം നഷ്ടപ്പെട്ട് ജീവിത ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു, ഉപദ്രവ പീഡകളാൽ കടന്നു പോകുന്നവരുണ്ട്. കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യം 800 കോടിയിലും ജനത്തിന്റെ വിടുതൽ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെയായ പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമികൾ, മലയിടിച്ചുകൾ, ദുരന്തങ്ങൾ, കർത്താവ്, മരണങ്ങൾ ഏറെ വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് യേശുക്കൊണ്ട് മധ്യാകാശ വരെ വീട്ടു വാസനമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം ക്രിസ്തുവിൽ ജയത്തോടെ നടക്കുവാന്റെ പരിജ്ഞാനത്തിന് വാസന വെളിപ്പെടുത്തുന്ന തിരുവ സകല ജനത്തെ ഒരുക്കണം. സകല ഭക്തം എടുക്കണം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.